നമസ്തേ ബച്ചോ, പ്രിയപ്പെട്ട കുട്ടികളെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ വൈറ്റ് ക്യാപ്പ് ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ്, സൈഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പേജ് നമ്പർ 36 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യഹാ ഷഹർ കെ വികാസ് ഓർ മസ്ദൂരോं के ജീവൻ കെ ബീച്ച് की कौन सी स्थिति दिखाई देती है? ഇവിടെ ഈ പട്ടണത്തിൻ്റെ വികസനത്തിന്, ഈ തൊഴിലാളി വർഗങ്ങളുടെ ജീവിതത്തിനിടയിൽ വരുന്ന എന്ത് സ്ഥിതിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ. शहर के विकास और मजदूरों के जीवन के बीच एक विरोधाभासी स्थिति दिखाई देती है. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, यहाँ केशव के व्यक्तित्व की क्या क्या विशेषताएं उभर आती है? ഇവിടെ കേശവിൻ്റെ ഏതൊക്കെ വ്യക്തിത്വം, അവൻ്റെ ഏതൊക്കെ ക്യാരക്ടറിൽ വരുന്ന ഏതൊക്കെ വിശേഷതകളാണ് ഇവിടെ വ്യക്തമാവുന്നത് എന്നാണ്. आंसर നോക്കാം. सामाजिकता, धैर्य और सहनशीलता, मजाक सहन करने की क्षमता, जिम्मेदार और समझदार और उत्सुक और जिज्ञासु ആദി വിശേഷതായും ഉഭരാത്തി. ഏതൊക്കെയാണ്? സാമാജികത, സമൂഹത്തോടുള്ള ഒരു അനുകമ്പ, അതൊക്കെ. ധൈര്യം ഓർ സഹനശീലത, എല്ലാം സഹിക്കാനുള്ള കഴിവ്. മസാഖ് സഹൻ കർണേക്ക് ക്ഷമത, തമാശകളൊക്കെ സഹിക്കാൻ കഴിയുന്ന ഒരു എബിലിറ്റി. ജിമ്മേദാർ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം. ഓർ സമച്ചുദാർമൻ, എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ്. ഓർ ഉത്സുക ഓർ ജിജ്ഞാസു, ഓരോരോ കാര്യങ്ങൾ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഒക്കെയാണ് അവൻ്റെ ഈ വിശേഷതകളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗുല്ലു കോ ഖേൽനെ ന ഭേജനെ കെ ഗർവാലോം കെ ഇറാദെ പർ ആപ്കാ വിചാർ ക്യാ ഹെ? ഗുല്ലുവിനെ കളിക്കാൻ വിട്ടയക്കാത്തതിലുള്ള വീട്ടുകാരുടെ അവരെ ദൃഢമായിട്ട് പറഞ്ഞല്ലോ, ഞങ്ങൾ വിടില്ല എന്നുള്ള ഒരു ശക്തമായിട്ട് അവരുടെ അവരുടെ അഭിപ്രായം, അവരുടെ ഒരു തീരുമാനം അറിയിച്ചുവല്ലോ. ആരെ? നമ്മുടെ കേശവിനെ. അപ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിനോടുള്ള നിങ്ങളുടെ ഒരു വിചാറ്, നിങ്ങൾ എന്താണത് മനസ്സിലാക്കിയത്, നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. ആൻസർ നോക്കാം. ഗുല്ലോ കോ ഗേലിനെ ന ഭേജനെ കി ഗർവാലോം കോ ഇരാദ ഉചിത് നഹീ താ, ഉചിതമല്ല, ഈ ഒരു തീരുമാനം ഉചിതമല്ല. ഗേൽ ബച്ചോം കെ ലിയെ ശാരീരിക ഓർ മാനസിക വികാസ് കെ ലിയെ ആവശ്യക ഹോത്താ ഹെ. കളി എന്നുള്ളത് കുട്ടികളുടെ ശാരീരിക വികാസത്തിനും മാനസിക വികാസത്തിനും, ഫിസിക്കലി മെൻ്റലി അവരുടെ ഡെവലപ്മെൻറ്റിനൊക്കെ ആവശ്യമാണ്. ഗുല്ലുക്കോ പഠായിക്ക് സാത്ത്, ഗുല്ലുവിന് പഠനത്തിനോടൊപ്പം. സാത്ത് ഗേലിനെ കാഭി അവസരം മിൽനാ ചാഹിയെ, പഠനത്തോടൊപ്പം കളിയും കൊണ്ടുപോകണം. ഖേൽനേസെ ബച്ചോമേ സഹयोग എന്ന് പറഞ്ഞാൽ ഒരു മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാനും ഉള്ള ഒരു മനോഭാവം. അനുശാസൻ ഓർ നേതൃത്വ, ലീഡർഷിപ്പ് ക്വാളിറ്റി. ഭാവന വികസിതോത്തി, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, വികാസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി പേജ് നമ്പർ 38 കേശവ് ऐसा सपना क्यों देखता होगा? കേശവ് ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ എന്താണ് കാരണം എന്നാണ് നമുക്ക് നോക്കാം. കേശവ് ക്രിക്കറ്റ് കോ ബഹുത് പസന്ത് കർത്താ. അതാകെ കേശവ് എന്താണ്, ക്രിക്കറ്റിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ലേക്കിൻ ഉസ്കെ പാസ് ഗുദ് കാ ബല്ല ഓർ ഗേന്ദ് നഹീ താ. പക്ഷേ അവന് സ്വന്തമായിട്ട് ബാറ്റോ ബോളോ ഉണ്ടായിരുന്നില്ല. ഓർ ഉസെ അക്സർ ഖേൽ സെ ബാഹർ രക്കാ ജാത്താ താ. അതുകൊണ്ട് അവൻ എപ്പോഴും കളിക്ക് കൂട്ടിയിരുന്നില്ല, കളിയുടെ പുറത്താണ് ഇരുന്നിരുന്നത്. വഹ കേവൽ കിനാരെ ബൈഠ്കർ ദൂസറോം കോ ഖേൽത്തെ ഹുയെ ദേഖ്താ ഥാ. അവൻ ആ ഗ്രൗണ്ടിൻ്റെ സൈഡിലിരുന്ന് മറ്റുള്ളവരുടെ കളിയാണ് കാണുന്നത്. ഉസെ അപമാനിത് ഭി ഹോന പെടുത്താ ഥാ. അവൻ അപമാനിക്കപ്പെടുന്നു. ക്യോങ്കി ബഡേ ലടിക്കെ ഉസ്സെ ഗേന്ദ് മംഗ്വാത്തെ ഓർ ഉസെ ഖേൽ മേ ഷാമിൽ നഹീ താ. മറ്റുള്ളവരെന്താണ്, അവനെ വലിയ ആൺകുട്ടികളൊക്കെ അവനെ ബോൾ ഇടിപ്പിക്കുകയും അതുപോലെ അവൻ കളിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഐസി സ്ഥിതിയും കേശവക്ക സപ്ന ദേഖന സ്വാഭാവികത. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ കേശവ് സ്വപ്നം കാണുന്നത് സ്വാഭാവികമാണ് അല്ലേ? നമ്മളും സ്വപ്നം കാണാറുണ്ട്, അതുപോലെ കേശവും കാണുന്നു. വഹ അപ്പിനെ മൻകി ഇച്ഛാവോംകോ പൂരി തരഹ്സെ സപ്നോമേ ജീത്താ ഥാ. പക്ഷെ അവൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ അവൻ സ്വപ്നത്തിലൂടെ ജയിക്കാൻ ആഗ്രഹിക്കുന്നു. വഹ ചാഹ്താ ഥാ കി ഉസ്കെ പാസ് ബി നയാബല്ല. അപ്പോൾ അവൻ കാണുകയാണ്, ആഗ്രഹിക്കുകയാണ് അവൻ്റെ കയ്യിലൊരു പുതിയ ബാറ്റ്, സുന്ദർ പാഡ് ഓർ
क्या आप हो और वही भी अच्छे खिलाടിयों की तरह खेल सके. സുന്ദർ പാഡ്, കാലിൽ കെട്ടുന്ന പാഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് അവൻ എന്താണ് ആഗ്രഹിക്കുകയാണ്. മറ്റുള്ള കളിക്കാരെ പോലെ അവന് നല്ല രീതിയിൽ കളിക്കുന്നതൊക്കെ അവൻ എന്താണ് സ്വപ്നം കാണുകയാണ്. ഇത് സപ്ന ഉസ്കി ദബി ഹുയി ഇച്ഛയും, അവൻ്റെ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളുടെയും ഇച്ഛാവും അഭാവ് ഓർ ആത്മസമ്മാനം, ആ കുറേ കാര്യങ്ങളുടെയൊക്കെ അഭാവം മൂലമുണ്ടാവുന്ന അവൻ്റെ എന്താണ് ആത്മാഭിമാനത്തിൻ്റെയും ഒക്കെ ഒരു പൂർത്തീകരണമായിട്ടാണ് ഈ ഒരു സ്വപ്നത്തെ കാണുന്നത്. ഇനി പേജ് നമ്പർ 40 ഒരു ക്വസ്റ്റ്യനാണ്. ചലോ യാർ കാം ബൻ ഗയ. चलो यार काम बन गया, क्या लड़कों का यह व्यवहार उचित है क्यों? എന്താണ് ക്വസ്റ്റ്യൻ? ചലോ യാർ കാം ബൻ ഗയ. അപ്പോൾ അവർ ബോൾ കിട്ടിയതിന് ശേഷം അവർ നമുക്കിനി കളിക്കാം, ഇവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞു, ഈ ലഡുക്കോംകോ, ഈ ബോയ്സിൻ്റെ ഈ മനോഭാവം ശരിയാണോ, ഈ ഒരു പെരുമാറ്റം ശരിയാണോ, എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യനാണ്. നഹി ലഡുക്കോംകോ യഹ് വ്യവഹാർ ബിൽക്കുൽ അനുചിത ഓർ സംവേദനശീൽ ഹെ. അപ്പോൾ ഇതെന്താണ്, അവർ ഒരു അനുചിതമായ കാര്യമാണ്, ഉചിതമല്ല. ഉന്നോനെ കേശവയ്ക്ക് സിർഫ് ഏക്ക് സാധനയ്ക്ക് തരഹദേക്ക, അവർ കേശവനൊരു സാധനത്തെ പോലെ, ഒരു യന്ത്രത്തെ പോലെയാണ് കാണുന്നത്. ജബ് തക് ജറൂരത്തി, എപ്പോഴാണ് അവർക്ക് ആവശ്യം, ഉസേ ബുലായ, അവനെ വിളിക്കുന്നു. ഓർ ജയ്സേ ഹി കാം പൂരാ ഹുവ ഉന്നോനെ ഉസ്കെ പ്രതി കൊയ് ചിന്ത നഹി ദിക്കായി, അവരുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അവനെക്കുറിച്ചുള്ള ചിന്തയൊന്നുമില്ല, പിന്നെ അവരുടെ ജോലിയിലൊക്കെ അവരുടെ കളിയിൽ അവർ മുഴുകുന്നു. പേജ് നമ്പർ 41 യഹാ കേശവ് की प्रति लड़कों की मनोवृत्ति में आया परिवर्तन किसकी और संगीत करता. ഇവിടെ കേശവിനോടുള്ള ആൺകുട്ടികളുടെ അവരുടെ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അവരുടെ മനസ്സിന് വന്ന ഒരു മാറ്റം, അതെന്തിനെയൊക്കെ സങ്കേതകർത്തായ, അതെന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നാണ്. 6ാമത്തെ ക്വസ്റ്റ്യനാണ്. ആൻസർ നോക്കാം. യഹാം കേശവയ്ക്ക് പ്രതി ലഡ്കോംക്ക് മനോവൃത്തി ആയ പരിവർത്തൻ മാനവത എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം, സഹാനുഭൂതി, അവനോടൊരു ദയ തോന്നുന്നു, സഹാനുഭൂതി ആത്മബോധിക്കോർ സംഗീതകർത്തായ, ഈ കാര്യങ്ങളൊക്കെയാണ് അവർക്ക് തോന്നുന്നത്. പഹലെ ജോ ലടുക്കിയ കേശവക്കോ കേവൽ ഏക്ക് കാം ചലാവു സാത്തി യാ ഖിലാടി കി കമി പൂരി കർണേ വാലെ സമച്ചതേത്. ആദ്യം അവർ കേശവൻ എന്താണ്, വെറും ഒരു ജോലി ചെയ്യാൻ അല്ലെങ്കിൽ പന്തൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരാളെ പോലെയാണ് കണ്ടിരുന്നത്. പിന്നെ കളിയിൽ ഒരു എന്തെങ്കിലും ഒരു കമികളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്ന ഒരാളായിട്ട് മാത്രമാണ് കേശവനെ അവർ കണ്ടിട്ടുള്ളൂ. അബു ഉനോനെ ഉസ്കെ പ്രതി സച്ചി ചിന്ത, അവർക്ക് ഇപ്പോൾ നല്ലൊരു ചിന്ത വന്നു. പിന്നെ തോർ മിത്രതാദിക്കായി, അവർക്ക് എന്താണ്, അവൻ തങ്ങളുടെ ഫ്രണ്ടാണ്, തങ്ങളുടെ ഒരു സ്വന്തമാണ്, അവർക്ക് അവനോടുള്ള മിത്രത, ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദമൊക്കെയാണ് അവർക്ക് തോന്നുന്നത്. ഇനി പേജ് നമ്പർ 42 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്യാപ് ഉദാർക്കർ ഓട്ടോ കെ ബാഹർ ലഹരാന കിസ്കാ സൂചക ഹെ. ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ കഹാനിയുടെ, തൊപ്പി എടുത്തിട്ട് ഓട്ടോയുടെ പുറത്തിങ്ങനെ വീശി കാണിച്ചു, ഇതെന്തിൻ്റെ സൂചകമായിട്ടാണ് പറയുന്നതെന്നാണ്. കേശവ് ദ്വാര ക്യാപ്കോ ഓട്ടോ കെ ബാഹർ ഉസ്കി ഖുഷി, അവൻ്റെ ഖുഷി, സന്തോഷം, ആത്മവിശ്വാസം ഓർ ആത്മസമ്മാൻ കാ പ്രതീക, അവൻ്റെ ആത്മാഭിമാനം ഒക്കെയാണ് അതിനെ സൂചിപ്പിക്കുന്നത്. യഹ് ദൃശ്യ കേശവയ്ക്ക് ജീവൻ മേൻ, ഇത് എന്താണ്, കേശവൻ്റെ ജീവിതത്തിലേക്ക് സകാരാത്മക മോഡ് ഓർ ഉസ്കെ ആത്മവിശ്വാസ് കി വാപസി കാ സശക്ത് സങ്കേത് ഹേ. ഇതെന്താണ്, കേശവൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു നല്ലൊരു വഴിത്തിരിവും നല്ലൊരു ആത്മവിശ്വാസത്തിൻ്റെ ഒക്കെ ഒരു തിരിച്ചുവരവ്, ഒരു സശക്തമായൊരു തിരിച്ചുവരവും അതൊക്കെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 7 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു വൈറ്റ് ക്യാപ്പ് ആക്ടിവിറ്റി സൈഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിയിട്ടുള്ളത്. ബാക്കി ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നന്നായിട്ട് നോക്കുക, വൈറ്റ് ക്യാപ്പ് വരാൻ എക്സാമിന് ഉണ്ടാവുക, ഓണപരീക്ഷയ്ക്ക് ഉണ്ടാവുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ധന്യവാദ്.